കുട്ടപ്പനെയും മിരട്ടെയും കാണിക്കുകയാണ്. മിരട്ട പറയും, ഞാനാണ് നിന്റെ വയറ്റില് ഈ ഒരു നൈറ്റയിലിനെ സീൽ ചെയ്ത് വെച്ചത്. എന്റെ അനുവാദം ഇല്ലാതെ നിനക്കത് ബ്രേക്ക് ചെയ്യാൻ യാതൊരു അവകാശവുമില്ല. അപ്പൊ നൈറ്റയില് അത് വിളിച്ചു പറയും, മിരട്ടോയെ തട്ടിത്തെറിപ്പിച്ച് നീ ഓടിവാ. അവൻ പറയുന്നത് കേൾക്കരുത്. ഈ ഒരു പ്രതിസന്ധിയില് നിന്നെ രക്ഷപ്പെടുത്താൻ എനിക്ക് മാത്രമേ കഴിയൂ. അത് കേട്ട് മിരട്ട ഇപ്പൊ കുട്ടപ്പനോട് പറയും, ഞാൻ ആരാണെന്ന് നിനക്കറിയാം. ഞാനാണ് നിന്റെ അച്ഛൻ, സാക്ഷാൽ മിരട്ടോ. അത് കേട്ട് കുട്ടപ്പൻ ഇപ്പൊ ഒരു സെക്കൻഡ് ഫ്രീസ് ആവും. മിരട്ട ഇപ്പോ കുട്ടപ്പനെ കൂട്ടി മറ്റൊരു സ്ഥലത്തേക്ക് പോവും. കുട്ടപ്പൻ ആദ്യമായിട്ട് അവന്റെ അച്ഛനെ കണ്ട് കരയാൻ തുടങ്ങും. പക്ഷെ അവൻ ചാടി വന്ന് മിരട്ടയുടെ വയറ്റിൽ തന്നെ ഒരൊറ്റ അടി. നിങ്ങൾ എന്തിനാണ് എന്നോട് ഇത് ചെയ്തത്? ആ നൈറ്റയിലിനെ അതിനെന്തിനാണ് എന്റെ ബോഡിയിൽ തന്നെ സീൽ ചെയ്തത്? അത് കാരണം ചെറുപ്പം മുതലേ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി. എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി. ഒരച്ഛന്റെയും അമ്മയുടെയും സ്നേഹം കിട്ടാതെ ഒറ്റപ്പെട്ട് പേടിച്ചാണ് ഞാൻ ചെറുപ്പം മുതലേ ജീവിച്ചു വന്നത്. അതിനുശേഷം ഒരുപാട് കഷ്ടപ്പെട്ട് എല്ലാവരും സ്നേഹിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് ഞാൻ വളരാൻ തുടങ്ങിയപ്പോഴാണ് ഇറൂക്ക സെൻസായി, കാക്കാഷി എന്നിങ്ങനെ ഒരുപാട് പേര് എന്റെ അടുത്തേക്ക് വന്ന് എന്നെ ചേർത്ത് നിർത്താൻ തുടങ്ങിയത്. അതിനുശേഷം ഞാൻ എന്റെ ലൈഫില് ഒരുപാട് ഹാപ്പി ആയിരുന്നു. പിന്നീട് ഇപ്പോ ദുരന്തങ്ങൾ മാത്രമാണ് എന്റെ ലൈഫിൽ സംഭവിക്കുന്നത്. അക്കാസ്കി എന്ന് പേരുള്ള ഒരു ടീം പോലും നൈറ്റയിലിനു വേണ്ടി എന്നെ വേട്ടയാടാണ്. അവരെന്റെ ഫ്രണ്ട്സിനെ കൊന്നു, എന്റെ മാസ്റ്ററിനെ കൊന്നു, എന്റെ ഗ്രാമം അതുപോലും നശിപ്പിച്ചു. ഇതെല്ലാത്തിനും കാരണക്കാരൻ നിങ്ങൾ ഒറ്റ ഒരുത്തനാണെന്ന് പറയുമ്പോ അതിന് മിരട്ട പറയും, എന്നോട് ക്ഷമിക്കണം, നിനക്കിപ്പോ എത്ര വയസ്സായി? അതിന് കുട്ടപ്പൻ പറയും, 16. അപ്പൊ മിരട്ട, നിന്റെ ഇത്രയും വർഷക്കാലം നീ ഒരുപാട് അനുഭവിച്ചു. അത് നിന്റെ വാക്കുകളിലൂടെ എനിക്ക് മനസ്സിലായി. ക്ഷമയല്ലാതെ മറ്റൊന്നും ചോദിക്കാൻ ഇപ്പൊ എന്റെ കയ്യിലില്ല. ആപ്പ് പോലും ചോദിക്കാൻ പറ്റാത്ത ഒരു തെറ്റാണ് ഞാൻ നിന്നോട് ചെയ്തത്. അതിന് കുട്ടപ്പൻ, സാരമില്ല, എന്റെ വിഷമം കൊണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. ഇപ്പൊ ഞാൻ ഓക്കെയാണ്. എന്റെ പപ്പ അത് നിങ്ങളെ പോലെ ഒരു ഗ്രേറ്റ് ആയ ആളാണെന്ന് അറിഞ്ഞപ്പോ എനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നു. അതിന് മിരട്ട പറയും, നീ ചോദിച്ചില്ലേ എന്തുകൊണ്ടാണ് നിന്റെ ബോഡിയില് ആ ഒരു നൈറ്റയിലിനെ ഞാൻ സീൽ ചെയ്തതെന്ന്? ആക്ച്വലി നൈറ്റയിലിന്റെ പകുതി പവർ മാത്രമേ നിന്റെ ബോഡിയിലുള്ളൂ. ബാക്കി പകുതി എന്റെ ബോഡിയിലാണ് ഞാൻ സീൽ ചെയ്തിരിക്കുന്നത്. നൈറ്റയിലിനെ കൺട്രോൾ ചെയ്യാൻ നിന്നെ കൊണ്ട് മാത്രമേ കഴിയൂ. അതുകൊണ്ടാണ് നിന്നെ ഞാൻ തെരഞ്ഞെടുത്തത്. 16 വർഷങ്ങൾക്ക് മുൻപ് ഒരു ബ്രഹ്മാണ്ഡ വില്ലൻ നമ്മുടെ ഗ്രാമത്തിലെത്തി. അവൻ ലീഫ് വില്ലേജ് നശിപ്പിക്കാൻ ശ്രമിച്ചു. അന്ന് അവർ ഉപയോഗിച്ച ടൂളാണ് ഈ ഒരു നൈറ്റയിൽ. എനിക്ക് ഉറപ്പുണ്ട് അവൻ ലീഫ് വില്ലേജ് നശിപ്പിക്കാൻ വീണ്ടും ഇവിടേക്ക് എത്തും. അതിന് കുട്ടപ്പൻ പറയും, ലീഫ് വില്ലേജ് ഇപ്പോ ഓൾറെഡി നശിച്ചു കഴിഞ്ഞില്ലേ, ഇനി അവൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് മിനിറ്റോ പറയും, ഉറപ്പായിട്ടും അവൻ തിരികെ വരും. മാവന്റെ മരണത്തിന് പോലും കാരണക്കാരൻ അവനാണ്. അവനും അക്കാസ്കി ടീമിലെ ഒരു മെമ്പറാണ്. അവൻ എപ്പോഴും മാസ്ക് ഇട്ടാണ് നടക്കുക. അത് കേൾക്കുമ്പോ ഇപ്പൊ കുട്ടപ്പന് മനസ്സിലാവും, സാക്ഷാൽ ടോബിയാണ് ആ ഒരു വില്ലൻ. അവന് ഞാൻ ഒരിക്കല് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ എല്ലാ പവറും അവന് കറക്റ്റായിട്ട് അറിയാം. അതിന് മിരട്ടോ പറയും, പെയിനെ പോലും മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ഈ ടോബിയാണ്. അത് കേട്ട് കുട്ടപ്പൻ ഷോക്കായിട്ട്, അത്രയും പവറുള്ള പെയിനെ അവനൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഇവനെ കൊണ്ട് കഴിയും. എങ്കിലും എന്തിനായിരിക്കും എല്ലാവരും ഇപ്പൊ ലീഫ് വില്ലേജിനെ ഫോക്കസ് ചെയ്യുന്നത്? അതിന് മിനിറ്റോ പറയും, പെയിൻ അവനാവശ്യം നിഞ്ച വേൾഡില് സമാധാനം പുനഃസ്ഥാപിക്കുക എന്നതാണ്. അപ്പൊ കുട്ടപ്പന് പെയിൻ അവനോട് പറഞ്ഞ കാര്യം ഇപ്പൊ ഓർമ്മ വരും. എന്റെ ആഗ്രഹം പുതിയൊരു ലോകം സൃഷ്ടിക്കുക എന്നതാണ്. നിഞ്ചകളുടെ പക, വെറുപ്പ്, വിരോധം അതൊക്കെ എനിക്ക് മാറ്റണം. മിരട്ട പറയും, ലോകത്തിൽ സ്നേഹമുള്ളതുപോലെ തന്നെ വെറുപ്പുണ്ട്. ആ ഒരു വെറുപ്പിനെ പലരും മാനിപ്പുലേറ്റ് ചെയ്ത് മോൺസ്റ്റേഴ്സ് ആക്കി മാറ്റാറുണ്ട്. ഈ വെറുപ്പെന്ന വികാരമാണ് എല്ലാവരെയും പരസ്പരം ദ്രോഹിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ജെറിയ മാവനും ആ ഒരു വികാരത്തെ ഇല്ലാതാക്കാനാണ് ആളുടെ ജീവിതം കൊണ്ട് ശ്രമിച്ചത്. പക്ഷെ ആൾക്കും അതിന് കഴിഞ്ഞില്ല. അതിൽ കുട്ടപ്പൻ ടെൻഷനായിട്ട് എന്തൊക്കെ പറഞ്ഞാലും പെയിനോട് അവനോട് ഞാൻ ക്ഷമിക്കില്ല. എന്റെ ചെറിയ മാസ്റ്ററെ അവനാണ് കൊന്നുകളഞ്ഞത്. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ഒരു വഴി അതെനിക്ക് പറഞ്ഞതായോ എന്ന് കുട്ടപ്പൻ കെഞ്ചും. അതിന് മിരട്ടോ പറയും, നിന്റെ ചോദ്യത്തിന്റെ ഉത്തരം ഇപ്പൊ എന്റെ കയ്യിലില്ല. ആ ഉത്തരം അത് കണ്ടുപിടിക്കേണ്ടത് നീ തന്നെയാണ്. മിരട്ടോ പതിയെ ഇപ്പൊ കുട്ടപ്പന്റെ ഷോൾഡറിൽ തട്ടും. മിരട്ടോ പറയും, നീ എന്റെ മകനാണ്, മിടുക്കനാണ്. ഉറപ്പായിട്ടും ഇതിന്റെ ആൻസർ നിന്നെ കൊണ്ട് മാത്രമേ കണ്ടുപിടിക്കാൻ കഴിയൂ. അതിന് കുട്ടപ്പൻ ചോദിക്കും, നിങ്ങൾ പറയുന്ന സത്യമാണോ? ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ കഴിയും. അതിന് മിരട്ടോ പറയും, ഒരച്ഛനും സ്വന്തം മകനെ
അവിശ്വസിക്കില്ല. എന്റെ ചക്ര പവർ അത് കുറയാണ്. എനിക്ക് പോകാൻ സമയമായി. മിനിട്ട ഉടനെ ഇപ്പൊ കുട്ടപ്പന്റെ സീലിംഗ് ജിത്തു അത് വീണ്ടും റീബിൽഡ് ചെയ്യും. ഉറപ്പായിട്ട് ലീവ് വില്ലേജ് അത് പഴയതുപോലെ ആവും. നിന്നിൽ എനിക്ക് ഒരുപാട് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ മിനിട്ടോ ആള് ദൂരേക്ക് പറന്നു പോകും. അതുകൊണ്ട് കുട്ടപ്പൻ ഇപ്പൊ കൈ തൂപ്പി പപ്പയോട് നന്ദി പറയും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ പെയിൻ നൈറ്റയിലെ റിയൽ ഫേസ് കണ്ട് പേടിച്ച് ഇറക്കിയാണ്. ഉടനെ ഇപ്പോ ആ നൈറ്റയില് അത് ഡിസപ്പിയർ ആവും. ഒരു സെക്കൻഡ് ഇപ്പൊ പെയിന്റ് കീഴി പോകും. ഇതെങ്ങനെ സംഭവിച്ചു? കുട്ടപ്പനെ കൊണ്ട് ഇത്രയും വലിയ മോൺസ്റ്ററിനെ കൺട്രോൾ ചെയ്യാൻ കഴിയും. അവൻ കുട്ടപ്പനെ നോക്കും. കുട്ടപ്പൻ സേവി ജിപ്സൂല് അങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ നാഗട്ടോ അവൻ ചോര ഛർദിച്ച് അവശനായി നിൽക്കുകയാണ്. കോണം പറയും, നീ ഒരുപാട് പുഷ് ചെയ്യരുത്. ഇനി നീ സ്ട്രെസ് എടുത്ത് പുഷ് ചെയ്താ ഉറപ്പായിട്ടും നീ മരിച്ചു പോകും. ഇവിടെ പുറത്ത് നാഗട്ടോ ക്രിയേറ്റ് ചെയ്ത ആ ഒരു കോളം അത് തകരാൻ തുടങ്ങും. ഇവിടെ കുട്ടപ്പന് മനസ്സിലാവും അവന്റെ സേവി ജിപ്സു അത് മാത്രമേ ബാക്കിയുള്ളൂ. കുറച്ച് സമയം കഴിഞ്ഞാ അത് ഉറപ്പായിട്ട് തീർന്നു പോകും. അതിനു മുൻപ് എന്തെങ്കിലും ചെയ്യണം. അപ്പൊ കക്ഷി പുറത്തേക്ക് വരും. അത് കുട്ടപ്പനോട് പറയും, ഞാൻ പേടിച്ചു പോയി. ഞാൻ കരുതിയത് ഞാൻ ചത്തുപോകുന്നാണ്. ഈ ആയിക്കപ്പെടുന്നതാണെങ്കിൽ ഇപ്പൊ കുട്ടപ്പനെ കാണുമ്പോ തന്നെ ഒട്ടിടിക്കാൻ തുടങ്ങും. ഇവൻ ഇത്രയും പവറോ? നൈറ്റൈലിനെ പോലും ഇവനെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നു. ഇവൻ അത്ര എളുപ്പത്തില് എനിക്ക് കീഴ്പ്പെടുത്താനാവില്ല. ഇവിടെ കുട്ടപ്പൻ ടെൻഷനായിട്ട് എനിക്ക് എന്താ പറ്റിയ? ഞാനിങ്ങനെ ഇപ്പൊ ഗ്രാമത്തിന് വെളിയിലെത്തി. അത് കക്ഷി പറയും, നിന്റെ നൈറ്റൈലിന്റെ പവർ അത് പുറത്തു വന്നു. അതാണ് ഇത്രയും നേരം നിന്നെ കൺട്രോൾ ചെയ്തത്. അതിലേക്ക് അവൻ പേടിച്ചു വരച്ച് അപ്പൊ ഇരട്ടെ അവളെ അടിച്ചിട്ടത് ഞാനാണോ? ഈ ഗ്രാമം മുഴുവൻ ഇങ്ങനെ ആക്കി മാറ്റിയത് എന്റെ നൈറ്റയിലാണോ? അതിന് കക്ഷി ഒരിക്കലുമല്ല. നീ പുറത്തേക്ക് വന്ന് വെളിയിലായിട്ട് ഫൈറ്റ് ചെയ്യായിരുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല, നീ ഇപ്പൊ ഓക്കെ ആണെന്ന് പറയും. അപ്പൊ അതേ സമയത്ത് മൈക്കയും ടീമും കേട്ടയുടെ അടുത്തെത്തി അവളെ റെസ്ക്യൂ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഗായ്സെൻസായി അവൻ ചുറ്റും നോക്കും. അപ്പോഴായിരിക്കും ഗ്രാമത്തവളെ കാണാൻ. അതിന്റെ അടുത്തായിട്ട് രക്തത്തിൽ കുടിച്ചു കിടക്കുന്ന വാർത്തവളെയും ആൾ കാണും. ഇവിടെ പേര് ഇപ്പൊ കുട്ടപ്പനോട് ചോദിക്കും, നീ ഓക്കെ ആയെങ്കിൽ നമുക്ക് വീണ്ടും ഫൈറ്റ് ചെയ്താലോ? അതിന് കുട്ടപ്പൻ പറയും, നിന്നോട് ഫൈറ്റ് ചെയ്യാനൊന്നും ഞാനില്ല. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നെ റിയൽ പേരിന്റെ അടുത്ത് എത്തിക്കും. അതിന് യായിക്കോ ചിരിക്കും. ഓ, അപ്പൊ നിനക്ക് മനസ്സിലായല്ലേ റിയൽ പെയിൻ മറ്റൊരാളാണെന്ന്? ആദ്യം നിന്റെ മാസ്റ്റർ ജെറൈഡ് കണ്ടുപിടിച്ചു. ഇപ്പൊ നീ ലീവ് വില്ലേജ് ഷിനോബീസ് ചില്ലറക്കാരല്ല. പക്ഷെ എനിക്കറിയാം ഫേക്ക് ജിപ്സു അത് ഓൾമോസ്റ്റ് നീ കംപ്ലീറ്റ് ചെയ്തു. കൂടിപ്പോയ 2 ശൂലിംഗ പവർ അതോട് ക്രിയേറ്റ് ചെയ്ത നിന്റെ കാറ്റ് പോകും. അതെനിക്ക് പ്രശ്നമല്ലെന്ന് പറഞ്ഞ് ഇപ്പൊ യായിക്കോ കുട്ടപ്പൻ നേരെ ഓടാൻ തുടങ്ങും. പക്ഷെ കുട്ടപ്പൻ അവനൊരു കൂസലുമില്ലാതെ ഇപ്പൊ യായിക്കോയെ നോക്കി നിൽക്കാണ്. അക്ഷുണി ചോദിക്കും, നീ എന്താണ് ചെയ്യണേ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അതിന് കുട്ടപ്പൻ പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. യായിക്കോ അവൻ അടുത്ത് വരെ ഇപ്പൊ കുട്ടപ്പൻ അവൻ റെഡിയായിട്ട് നിൽക്കും. അവൻ തൊട്ടടുത്തെത്തുമ്പോ കുട്ടപ്പൻ ചാടി വന്ന് അവനെ തൊഴിച്ച് താഴിട്ട് ആ ഒരു റാഡ് അത് തട്ടിയെടുത്ത് കുട്ടപ്പൻ അവന്റെ ബോഡിയിൽ കുത്തി അങ്ങോട്ട് കയറ്റും. എന്നിട്ട് നേച്ചർ പവർ ഉപയോഗിച്ച് നാഗട്ടോ അവൻ എവിടെയുണ്ടെന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിക്കും. അത് കണ്ട് നാഗട്ടോ പോലും ഒരു സെക്കൻഡ് ഷോക്കാവും. കുട്ടപ്പനാണെങ്കിൽ ഇപ്പൊ നല്ല ഹാപ്പി ആവും. അവനുടനെ ഇപ്പൊ റസന്റെ ചുരുങ്ങ ക്രിയേറ്റ് ചെയ്ത് യായ്ക്കോക്ക് നേരെ വലിച്ചെറിയും. അവൻ അത് തടയുന്ന അതേ ഗ്യാപ്പില് വീണ്ടും റസന്റെ ചുരുങ്ങ ക്രിയേറ്റ് ചെയ്ത് അവന്റെ നേർക്കെറിയും. എന്നിട്ട് കുട്ടപ്പൻ അവന്റെ ക്ലൗഡ്സിൽ വെച്ച് യായ്ക്കോയെ പിടിക്കാൻ ശ്രമിക്കും. പക്ഷേ കുട്ടപ്പന്റെ ക്ലൗഡ്സിനെ കറക്കി അടിച്ച് അവനിപ്പോ മുൻപോട്ട് കുതിച്ചു പായും. പക്ഷെ കുട്ടപ്പൻ വിടില്ല. അവന്റെ മൾട്ടി ഷാഡോ ക്ലോൺ ഉപയോഗിച്ച് ഒരുപാട് കുട്ടപ്പന്മാരെ ഇറക്കി അവൻ റൗണ്ട് ചെയ്യും. അതിനവൻ അവന്റെ അൽമൈറ്റി ബുഷ് ഉപയോഗിച്ച് കുട്ടപ്പന്മാരെ എല്ലാവരെയും ഹൈ ഫോഴ്സില് ഇപ്പൊ പുറത്തേക്ക് തെറിപ്പിക്കും. നറുട്ടോ കുട്ടപ്പന് ഇപ്പൊ കൺഫ്യൂഷൻ ആവും. അപ്പൊ അവൻ വീണ്ടും ഫ്ലാഷ് ബാക്കിലെ മാമൻ പറഞ്ഞ കാര്യം അത് ആലോചിക്കും. എന്നെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ നിന്നെ കൊണ്ട് അതിന് കഴിയും. അതുപോലെ തന്നെ അവന്റെ പപ്പ മിനിട്ടോ ആളും അവസാനമായി ഇതേ കാര്യമാണ് കുട്ടപ്പനോട് പറഞ്ഞത്. എല്ലാവരും അവനിൽ ഒരുപാട് വിശ്വാസം അർപ്പിക്കുന്നുണ്ട്. കുട്ടപ്പൻ ഉടനെ ഇപ്പൊ രസങ്ങൾ ക്രിയേറ്റ് ചെയ്യും. അവന്റെ 2 ക്ലൗഡ്സ് കുട്ടപ്പനെ പൊക്കിയെടുത്ത് യായ്ക്കോയെ ലക്ഷ്യമാക്കി കുട്ടപ്പനെ വലിച്ചെറിയും. കുട്ടപ്പൻ അലറിക്കാറിൽ ഞാൻ ഗിവപ്പ് ചെയ്യില്ല എന്ന് പറഞ്ഞ് ആ ഒരു രസങ്ങൾ പവർ എടുത്ത് ഇപ്പൊ യായ്ക്കോയെ അടിച്ചു തെറിപ്പിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.